ഇതിൽ വളരെ സ്വാഗതപരമായ ഒരു കാര്യം നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു ഗവൺമെന്റ് ഒരു ബോഡി ഉണ്ടാക്കി എന്നുള്ളത് വളരെ സ്വാഗതപരമായിട്ടുള്ള കാര്യമാണ്. 2003 മുതൽ ആ, വർഷങ്ങളായിട്ട് PBD എന്ന പേരിൽ പ്രവാസി ഭാരത ദിവസ് നടത്താറുണ്ട്. അത് 2015 ആകുമ്പോൾ ഓരോ ഈ 2 വർഷവും കൂടുന്ന രീതിയിലേക്കാണ് വന്നത്. അതിന്റെ മോഡലിൽ മുൻപ് പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന MM ഹസന്റെ കാലത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവാസി സമ്മേളനം നടന്നു. ഇതിനെ കുറച്ചുകൂടി ഒരു ലോകസഭാംഗം പോലെയോ നിയമസഭാംഗം പോലെയോ ഒക്കെ പ്രവാസികളെ അങ്ങ് ആക്കാമെന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിലാണ് ഇത്തരം ഒരു സംഭവം ചെയ്തതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജൂൺ 4-ാം തീയതി കേരളത്തിന്റെ ലോകസഭയുടെ ഇലക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് നിയമസഭയിലും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. കണ്ടുവരുന്ന കാര്യം, മാധ്യമപ്രവർത്തകരെ, വ്യവസായികളെ, ഇടത് സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ കുറെ ആൾക്കാരെ ഇതിൽ മെമ്പർ ആക്കുകയും സ്ഥിരമായിട്ടുള്ള കേരളത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത പ്രവാസി പ്രമുഖരായ ആളുകൾ, അവരെയൊന്നും നമുക്കൊരിക്കലും ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. അവരൊക്കെ കേരളത്തിന്റെ നട്ടെല്ലാണ്. അവരെയൊക്കെ സ്ഥിര സംവിധാനം എന്നുള്ള നിലയിൽ അവരെയൊക്കെ പ്രാസംഗികരും മറ്റുമാക്കിക്കൊണ്ട് ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. ഞാൻ വന്നത് കഴിഞ്ഞ 27 വർഷത്തോളമായി നിയമരംഗത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിലാണ് 2010 തുടക്കകാലത്തെ ഇതിലൊരു മെമ്പറായിട്ട് വന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ എന്തൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഏകദേശം 15ഓളം സമാന്തര സമ്മേളനങ്ങൾ നടത്തിയിട്ടാണ് 2003 ലോക കേരള സഭ നടക്കുന്നതിന് മുമ്പ് ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി. അതിലുള്ള ഡാറ്റ, പ്രവാസികളുടെ വിവരശേഖരണം, റവന്യൂ അദാലത്ത് നടത്തുമെന്നുള്ള കാര്യം, പ്രവാസികളുടെ നിക്ഷേപത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അദാലത്ത് നടത്തും, കേരള മൈഗ്രേഷൻ സർവേ നടത്തുമെന്ന് പറഞ്ഞു, സാംസ്കാരിക ടൂറിസത്തിന്റെ സാധ്യതകൾ, ഡിജിറ്റൽ തൊഴിലവസരങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ ഇതൊക്കെ പ്രവാസികളെ പറ്റിക്കാനുള്ള പരിപാടി എന്ന് നമുക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു മേഖലാ സമ്മേളനം അമേരിക്കയിൽ വെച്ച് നടന്നപ്പോഴാണ്. അവിടെ മേഖലാ സമ്മേളനം നടന്നപ്പോൾ അവിടെ ഡയമണ്ടിന് വേണ്ടി അടുത്ത മുഖ്യമന്ത്രിയുടെ സീറ്റിനടുത്ത് നിൽക്കാൻ വേണ്ടി ഒരു ഇവന്റ് നടത്തുന്നത് പോലെ 82 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ സ്പോൺസർഷിപ്പ് നടത്തുന്ന രീതിയിലേക്ക് പ്രവാസികളെ പറ്റിക്കുന്ന ഒരു പരിപാടിയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ആവശ്യം, ഈ പറയുന്ന വേദി സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതില് ശങ്കരനാരായണൻ തമ്പി ഹാളൊക്കെ നവീകരിച്ചുകൊണ്ട് ഊളാരങ്കിൽ കമ്പനിക്കോ മറ്റോ ഒക്കെ കൊടുത്തുകൊണ്ട് 9 കോടിയൊക്കെ മുതലിട്ടപ്പോൾ, ഇവിടെ കോവിഡ് വന്ന സമയത്ത് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ, ആദ്യത്തെ 5 ഫ്ലൈറ്റ് നാട്ടിലെത്തിയപ്പോൾ മരണത്തിന്റെ വ്യാപാരികളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവർ, ഞങ്ങളോട് ഈ കാണിക്കുന്ന സ്നേഹം, ഞങ്ങളുടെ വ്യവസായികളിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യവും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനും അതിലൂടെ കിട്ടുന്ന കമ്മീഷനൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമം നടത്തുന്നത്.